ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ 19 വരെ. വോട്ടെടുപ്പ് മെയ് 7-ന്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം രാജസ്ഥാനിൽ. സംസ്ഥാനത്ത് 3 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തം. വോട്ടെടുപ്പ് ഈ മാസം 26-ന്. പരിപ്പിന്റെയും പയർവർഗ്ഗങ്ങളുടെയും പ്രതിവാര ശേഖരം പരിശോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്രം. മാതൃ ആരോഗ്യ സംരക്ഷണത്തിൽ തുല്യത, ഒരമ്മയും തഴയപ്പെടരുത് എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 26-ഉം കർണാടകയിലെ 14-ഉം മഹാരാഷ്ട്രയിലെ 11-ഉം ഉത്തർപ്രദേശിലെ 10-ഉം മധ്യപ്രദേശിലെ 8-ഉം ഛത്തീസ്ഗഡിലെ 7-ഉം ബീഹാറിലെ 5-ഉം അസമിലെയും പശ്ചിമ ബംഗാളിലെയും 4 വീതം സീറ്റുകളിലേക്കും ഗോവ, ദാദ്ര നാഗർ ഹവേലി, ദമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 2 വീതം സീറ്റുകളിലേക്കും ജമ്മു കശ്മീരിലെ 1 സീറ്റിലും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് മെയ് 7-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾക്കായുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉത്തരാഖണ്ഡിലെത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ ഫലോഡിയിലും അനൂപ്ഗറിലും നടക്കുന്ന 2 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് മധ്യപ്രദേശിൽ NDAയ്ക്കായി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. UPയിൽ BSPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ അധ്യക്ഷ മായാവതി തുടക്കം കുറിക്കും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും മറ്റും അച്ചടിക്കുന്ന പ്രിന്റിംഗ് യൂണിറ്റുകളുടെയും പ്രസാധകരുടെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പാക്കാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ നടക്കുന്ന പൊതുസമ്മേളനം ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ സംസ്ഥാനത്ത് 3 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തിയാർജിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDFനായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. കോഴിക്കോട് 3 മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം വേനൽ ചൂടിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് UDYFന്റെ വാക്ക് വിത്ത് MKR എന്ന പരിപാടിയിൽ പങ്കെടുക്കും. NDA കോഴിക്കോട് ലോക്സഭാ മണ്ഡലം മഹിളാ സംഗമം രാവിലെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 2122 ക്യാമറകൾ ഉപയോഗിച്ച് വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് തത്സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സഞ്ജയ് കൌൾ അറിയിച്ചു. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ 3 മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇന്ന് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തുകയാണ്. രാവിലെ പ്ലാവഴികത്ത് കോൺഗ്രസ് നേതാവ് വർക്കല കഹാർ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 50ഓളം സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി മലവിളയിൽ അടൂർ പ്രകാശിന്റെ പര്യടനം സമാപിക്കും. LDF സ്ഥാനാർത്ഥി V ജോയിയും മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. രാവിലെ വർക്കല പാലച്ചിറയിൽ നടന്ന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കാട്ടാക്കട, കന്യാകുളങ്ങര എന്നിവിടങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി V മുരളീധരൻ ഇന്ന് കിളിമാനൂർ മേഖലയിലാണ് പര്യടനം നടത്തുന്നത്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ വാഹന ജാഥ അലങ്കോലപ്പെടുത്താൻ ശ്രമം. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് വാഹന പര്യടനത്തിന് നേരെ അതിക്രമം നടത്തിയത്. ഇന്നലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയമുക്കിൽ വെച്ചാണ് സംഭവം നടന്നത്. ഇതോടെ വാഹന പര്യടനം നിർത്തിവച്ച ശേഷം പോലീസ് അകമ്പടിയോടെയാണ് പ്രചാരണം തുടരുന്നത്.
അതേസമയം NDA തെരഞ്ഞെടുപ്പ് പ്രചാരണം അലങ്കോലപ്പെടുത്താൻ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ ശ്രമം അപലപനീയമെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ പ്രതികരിച്ചു. കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണം സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൌരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനു നേരെ ഇന്നലെ നടന്ന ആക്രമണ ശ്രമത്തിന് പിന്നിൽ DYFI പ്രവർത്തകരാണെന്നും ശ്രീ സുരേന്ദ്രൻ ആരോപിച്ചു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്ന് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി MV ജയരാജനും ഇന്ന് ഇരിക്കൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തും. NDA സ്ഥാനാർത്ഥി സി രഘുനാഥ് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചിറ്റാരിപ്പറമ്പിലെ സമാപന പരിപാടി BJP സംസ്ഥാന സഹപ്രഭാരി നളിൻകുമാർ കട്ടിൽ MP ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ഇടുക്കിയിൽ ഇന്ന് ആരംഭിക്കും. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഏറ്റുവാങ്ങും. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. തിരഞ്ഞെടുപ്പ് സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ കൈനിറയെ സമ്മാനം നേടാം. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗമായി KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് ഇടുക്കിയിലെത്തും. തിരഞ്ഞെടുപ്പിന്റെ ഊർജ്ജം ജനങ്ങളിലേക്ക് പകരാനായി സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടസ്കർ ഷീൽഡിന് വേണ്ടിയുള്ള സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പരിപ്പിന്റെയും പയർവർഗ്ഗങ്ങളുടെയും പ്രതിവാര സ്റ്റോക്ക് പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. തുറമുഖങ്ങളിലെ വെയർഹൌസുകളിലും വിതരണക്കാരുടെ ഗോഡൌണുകളിലും പരിശോധന നടത്തണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 39 ഡിഗ്രി വരെയും പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. ഇന്ന് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം. മാതൃ ആരോഗ്യ സംരക്ഷണത്തിൽ തുല്യത, ഒരു അമ്മയും തഴയപ്പെടരുത് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. മാതൃ ആരോഗ്യ സംരക്ഷണത്തിലൂടെ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ വൈറ്റ് റിബൺ അലയൻസ് ഇന്ത്യ മുന്നോട്ട് വച്ച നിർദ്ദേശം പരിഗണിച്ച് 2003 ഏപ്രിൽ 11 ദേശീയ സുരക്ഷിത മാതൃത്വ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് അവരുടെ ഗർഭകാലത്തും പ്രസവശേഷവും മെച്ചപ്പെട്ട പരിചരണവും വൈദ്യസഹായവും നൽകുക എന്നതാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് 3 മുന്നണികളും. മത്സര ചിത്രം തെളിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുത്ത് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തോടൊപ്പം കുടുംബയോഗങ്ങളും ചെറുതും വലുതുമായ കൺവെൻഷനുകളുമൊക്കെയായി മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് മത്സരരംഗം സജീവമാണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിക്ക് ശേഷം പ്രധാന മുന്നണികളുടേതടക്കം 8 സ്ഥാനാർത്ഥികളാണ് പോരാട്ട രംഗത്തുള്ളത്. UDF, LDF, NDA മുന്നണി സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രചാരണത്തിൽ സജീവമായതോടെ മലപ്പുറത്തെ മത്സര ചിത്രം 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമായിരുന്നു. തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ വിജയം സുനിശ്ചിതമാക്കാനുള്ള ശ്രമങ്ങളിലാണ് UDFന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറെങ്കിലും അട്ടിമറിക്കുള്ള കരുനീക്കത്തിലാണ് LDF സ്ഥാനാർത്ഥി V വസീഫ്. പരമാവധി പേരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനാണ് NDA സ്ഥാനാർത്ഥി അബ്ദുൾ സലാം ശ്രമിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ ദേശീയ നേതാവുമായ പ്രകാശ് ജാവദേക്കർ, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. പൊതുവെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണെങ്കിലും 2004 ടി ക്യാംപ്സ് നേടിയ വിജയത്തിന് തുടർച്ചയുണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് LDF. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്ന് തായ്വാന്റെ ലിൻ ചുൻ യിയെ നേരിടും. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ, തനിഷ കാസ്ട്രോ സഖ്യം ഇന്ന് ജാപ്പനീസ് ജോഡിയെ നേരിടും. മേടമാസ പൂജകൾക്കും വിഷു പൂജകൾക്കുമായി ശബരിമല നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പതിവ് പൂജകൾ ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ 19 വരെ. വോട്ടെടുപ്പ് മെയ് 7. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം രാജസ്ഥാനിൽ. സംസ്ഥാനത്ത് 3 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തം. വോട്ടെടുപ്പ് ഈ മാസം 26.
പരിപ്പിന്റെയും പയർവർഗ്ഗങ്ങളുടെയും പ്രതിവാര ശേഖരം പരിശോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്രം. മാതൃ ആരോഗ്യ സംരക്ഷണത്തിൽ തുല്യത, ഒരമ്മയും തഴയപ്പെടരുത് എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.